Hi students, welcome to the class for Fundamentals of Accounting. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വൈ അക്കൗണ്ടിങ് ഈസ് കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട്. ഇപ്പം ബിസിനസ്സിൽ ഓരോ തരത്തിലുള്ള ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൻ്റെ മാറ്റേഴ്സ് ആവശ്യമായിട്ടുള്ള പാർട്ടീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. സോ അക്കൗണ്ടിങ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേറ്റ്സ് ദ റിസൾട്ട്സ് ഓഫ് ദി ഓപ്പറേഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു വേരിയസ് പാർട്ടീസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഈ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സുകളാണ്. അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് വരുന്നത്. അക്കൗണ്ടിങ് ഐഡൻറ്റിഫൈസ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ മെഷേഴ്സ് ദ ഐഡൻറ്റിഫൈഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻസിൽ എന്തൊക്കെയാണ്, എത്രമാത്രമാണ്, അത് ഫിനാൻഷ്യലി മെഷർ ചെയ്യുന്നു. എത്രമാത്രം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഫിനാൻഷ്യലി മെഷർ ചെയ്യുന്നു. ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു ഇൻ ജേണൽ എന്താണെന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. അതായത് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. അപ്പം ആദ്യമായിട്ടൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. അതിൽ ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുന്നു ലെഡ്ജറിലോട്ട്. അപ്പോൾ അതായത് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ക്ലാസിഫൈസ് ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ലെഡ്ജറിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ ബിസിനസ്സിന് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും, ബിസിനസ്സിന് എത്രമാത്രം അസറ്റ്സുകളും ലയബിലിറ്റീസും ഉണ്ട് എന്നുള്ളത് അറിയുന്നതിന് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യുന്നു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ദെൻ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ് നമ്മളത് ഫൈൻഡ് ചെയ്തു. ദെൻ ഇറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ്സ് ടു ദ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്. നമ്മൾ ഔട്ട്സൈഡ് ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ആരൊക്കെയാണ്, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും പ്രോസസ്സിലൂടെ അത് പ്രോപ്പറായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ അക്കൗണ്ടിങ്ങിനെ നമുക്ക് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ആൻ അക്കൗണ്ട്? അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ സിമിലറായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ആ സമ്മറിയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് വിൽക്കുന്നുണ്ട്. അപ്പം ഒന്നോ രണ്ടോ സെയിൽസ് അല്ല നടക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടർ വിറ്റുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. സെയിൽസ് ഫുൾ എത്രയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതിനൊരു സമ്മറി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ സമ്മറിയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം സെയിൽസ്, സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ, സെയിൽസാണ് നിങ്ങൾ കമ്പ്യൂട്ടർ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അത് സെയിൽസ് ആണ് അല്ലേ. അപ്പം എത്രമാത്രം ഓരോ ഡേറ്റിലും സെയിൽസ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പീരീഡ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും എത്രമാത്രം ടോട്ടൽ നടന്നിട്ടുണ്ട്, അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്ത് അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കുന്ന സമ്മറിയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിന് 2 സൈഡ്സുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് ഡ്യുവൽ ആസ്പെക്റ്റ്. എല്ലാത്തിനും എന്തുണ്ട്, ഒരു ഡബിൾ ആസ്പെക്റ്റുകളാണുള്ളത്. ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്, റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ 2 സൈഡ്സുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ വിളിക്കുന്നത് ഡെബിറ്റ് എന്നും റൈറ്റ് ഹാൻഡ് സൈഡിനെ ക്രെഡിറ്റ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ഇതാണ് അക്കൗണ്ട്സിൻ്റെ ഫോർമാറ്റ്.
അപ്പം അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ടി ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അക്കൗണ്ടിൻ്റെ ടൈറ്റിലാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് അക്കൗണ്ട് എന്നൊരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡുമാണ്. അപ്പം ഡെബിറ്റ് സൈഡ് എന്നുള്ളത് നമ്മൾ ആ ടോപ്പിൽ DR എന്ന് എൻ്റർ ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പിന്നെ CR എന്ന് എൻ്റർ ചെയ്യും. അപ്പോൾ ഇതാണ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഒരു സ്പെസിഫിക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ ഡെബിറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇനി ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് എങ്കിൽ അത് നമ്മൾ പറയുന്നത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. ദാറ്റ് ഈസ് എൻ്ററിങ് ട്രാൻസാക്ഷൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഈസ് കോൾഡ് ഡെബിറ്റിംഗ്. എൻ്ററിങ് ട്രാൻസാക്ഷൻ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഈസ് കോൾഡ് ക്രെഡിറ്റിംഗ്. There are 3 types of accounts. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ 3ആയിട്ട് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഇത് നമ്മളിങ്ങനെ പറയാറുണ്ട്. പേഴ്സണൽ അക്കൗണ്ടെന്നും നോൺ പേഴ്സണൽ അക്കൗണ്ട്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പം പേഴ്സണൽ അക്കൗണ്ട്, നോൺ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടും കൂടി ചേർത്താണ് നമ്മൾ നോൺ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പേഴ്സണൽ അക്കൗണ്ട്, ഇംപേഴ്സണൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ആ ട്രാൻസാക്ഷനിൽ പിന്നെ ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടോ ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആ അക്കൗണ്ടിനെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു. അപ്പം നമുക്ക് ഒരുപാട് പേര് സാധനങ്ങൾ വന്ന് കടമായിട്ട് വാങ്ങി പോകാറുണ്ട്. അപ്പം കടമായിട്ട് വാങ്ങുന്ന പാർട്ടീസിനെ നമ്മൾ അവരുടെ പേരാണ് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ്സിലോട്ട് ഓണർ പിന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ നമ്മൾ ഒരുപാട് ലോണൊക്കെ ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ സ്ഥാപനങ്ങളുടെ പേരുകളും ബിസിനസ്സിൽ വരുന്ന ആളുകളുടെ പേരുകളും നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. ആ അക്കൗണ്ട്സുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള കാറ്റഗറിയിലാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അക്ഷയ്സ് അക്കൗണ്ട്, സോഷ്യംസ് അക്കൗണ്ട്, ഡിഫറൻറ്റ് ആളുകളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ട്, യൂണിവേഴ്സിറ്റി, സ്കൂൾ, കമ്പനി, ഫേം, ഇവയൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ടുകൾ. നെക്സ്റ്റ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ്. ഇംപേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത് റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആളുകളുടെ പേരുകളല്ല വരുന്നത്. നമ്മുടെ റിയൽ അക്കൗണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റ്സുകളും പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പിന്നെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റിയൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. നമ്മൾ ബിസിനസ് എന്തൊക്കെ ഓൺ ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം അവയൊക്കെ ബിസിനസ്സിന് അസറ്റ് എന്തൊക്കെ ഉണ്ടാകും? ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള പാർട്ടീസ്, അതുപോലെ ബിസിനസ്സിൻ്റെ സ്റ്റോക്ക്, ഗുഡ് വില്ല്, പിന്നെ ലാൻഡ്, ബിൽഡിങ്, ഇതൊക്കെ ബിസിനസ് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ പിന്നെ എൻ്റർ ചെയ്യുന്ന അക്കൗണ്ടുകളെ നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് റിയൽ അക്കൗണ്ട് ഈസ് ദ അക്കൗണ്ട് വിച്ച് ഈസ് റിലേറ്റഡ് ടു അസറ്റ്സ് ഓർ പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഇംപേഴ്സണൽ അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. അപ്പം ബിസിനസ്സിൽ ആളുകളുമായിട്ട് ട്രാൻസാക്ഷൻ നടന്നാൽ അതിനെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. ബിസിനസ്സിൻ്റെ അസറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിയൽ അക്കൗണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ബിസിനസ്സിന് എന്തുകൊണ്ട് അസറ്റ്സും ഇതുപോലെ പേഴ്സൺസുമായിട്ടുള്ള ഡീലിങ്സ് കൂടാതെ ബിസിനസ്സിന് മറ്റ് എക്സ്പെൻസുകളും ഇൻകവും ഉണ്ട് അല്ലേ? ബിസിനസ്സിന് ചിലവുകളും അതുപോലെ തന്നെ വരുമാനവും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദീസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ടു എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്. ബിസിനസ്സിന് എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടാവാം? ബിസിനസ്സിൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ടാവാം, ബിസിനസ്സിൻ്റെ ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുന്നുണ്ടാകാം, കമ്മീഷൻ കൊടുക്കുന്നുണ്ടാകാം, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടാകാം അല്ലേ? അപ്പം ബിസിനസ്സിന് അതുപോലെ തന്നെ ഇങ്ങോട്ട് സെയിൽസ് ഉണ്ടാകുന്നുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ വരുമാനമാണ്. അപ്പോൾ അതെല്ലാം ബിസിനസ്സിൻ്റെ എക്സ്പെൻസുകളും ഇൻകവുമാണ്. അപ്പം എക്സ്പെൻസുകളും ഇൻകവും എൻ്റർ ചെയ്യുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡെബിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റൂൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട്, മോഡേൺ അപ്രോച്ചും ഉണ്ട്. ട്രഡീഷണൽ അപ്രോച്ച് നിങ്ങൾ തിയറിക്ക് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. മോഡേൺ അപ്രോച്ച് ബേസ് ചെയ്താണ് നമ്മൾ പ്രാക്ടിക്കലി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് ഗോൾഡൻ റൂൾസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പണ്ട് ഇങ്ങനെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഇത് നിങ്ങൾ തിയറിക്ക് വേണ്ടി മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എൻ്റർ ചെയ്യുന്നത്, അതായത് റിയൽ അക്കൗണ്ട് ഓരോ അക്കൗണ്ട്സുകൾക്കും ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഏതാണ് എൻ്റർ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ ഏതാണ് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ അക്കൗണ്ട് നമുക്കറിയാം അസറ്റ്സുകളും പ്രോപ്പർട്ടീസും, ബിസിനസ്സിൻ്റെ അസറ്റും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ്. അത് നമ്മൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം റിയൽ അക്കൗണ്ട്സിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ ബിസിനസ്സിലേക്ക് വന്നാൽ അവയെ നമ്മൾ എന്ത് ചെയ്യും, വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇനി അസറ്റ് ബിസിനസ്സിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അതായത് നമ്മൾ ആ റൈറ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. അപ്പോൾ അസറ്റ് ബിസിനസ്സിലേക്ക് വന്നാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ്സ് ബിസിനസ്സിൽ നിന്ന് പോയാൽ ക്രെഡിറ്റ് ചെയ്യും. അതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആളുകളുമായിട്ടും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട നമുക്ക് അക്കൗണ്ട്സുകളാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാർട്ടീസ് ആളുകളായിരിക്കുമല്ലോ. ഇതിൻ്റെ ഒരു നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡെബിറ്റ് ദ റിസീവർ. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് റിസീവ് ചെയ്യുന്നത് എന്താണോ, എന്തെങ്കിലും റിസീവ് ചെയ്യുന്ന ആ പാർട്ടിയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ആരാണോ നൽകുന്നത് അവരെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതായത് ആ റൈറ്റ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എൻ്റർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഡെബിറ്റ് സൈഡിൽ റിസീവറെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ഗിവറുടെ പേരാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോമിനൽ അക്കൗണ്ട്. ഇപ്പോൾ നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് എക്സ്പെൻസുകളും ഇൻകവുമാണ്. അപ്പം എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്, എല്ലാ ഇൻകംസും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. എക്സ്പെൻസോ അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും ലോസോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ഡെബിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലും, ബിസിനസ്സിലുണ്ടാകുന്ന ഇൻകംസ് അല്ലെങ്കിൽ ഗെയിൻസ് ക്രെഡിറ്റ് സൈഡിലുമാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ബിസിനസ്സിലെ അക്കൗണ്ട്സിൻ്റെ ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡേൺ അപ്രോച്ചാണ്. അപ്പോൾ മോഡേൺ അപ്രോച്ചാണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം. നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർത്തിരിക്കാൻ എളുപ്പം അതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതും തിയറിക്ക് നോക്കണം, നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് മോഡേൺ അപ്രോച്ച് എന്ന് നോക്കാം. നമ്മൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് മോഡേൺ അപ്രോച്ച് അനുസരിച്ച് നമ്മൾ ഒരു അക്കൗണ്ട്സിനെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് അസറ്റ്സ്, ലൈബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ്. അപ്പം എന്ത് ട്രാൻസാക്ഷൻ ഉണ്ടായാലും നമ്മൾ അതിൻ്റെ അകത്തെ അസറ്റ്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം എക്സ്പെൻസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, ലൈബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻകം എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം 4 കാര്യങ്ങളാണ് അക്കൗണ്ട്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അസറ്റ്സ്, ലൈബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ്. ഇതിൻ്റെ അകത്ത് അസറ്റ്സിനും എക്സ്പെൻസിനും സെയിം റൂളാണ്. അപ്പം അസറ്റ്സിനും എക്സ്പെൻസിൻ്റെയും റൂൾ എന്താണെന്നുള്ളത് പറയാം. ബിസിനസ്സിൽ ഏതെങ്കിലും അസറ്റ്സോ എക്സ്പെൻസോ ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് സൈഡിലാണ്, ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുന്നത്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്, എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിങ്, സ്റ്റോക്ക്, ക്യാഷ്, മെഷീനറി, ഡെപ്റ്റേഴ്സ്, ഇവയൊക്കെ അസറ്റ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ബിസിനസ്സിലോട്ട് എന്തെങ്കിലും ഒരു അസറ്റ്സ് വന്നു, അപ്പം നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ബിൽഡിംഗ് അക്കൗണ്ട്, നമ്മൾ ആ ടൈറ്റിലിൻ്റെ അടുത്ത് ബിൽഡിംഗ് അക്കൗണ്ട് വരച്ചു. അപ്പം ബിസിനസ്സിലോട്ട് നമ്മൾ ബിൽഡിങ് വീണ്ടും വാങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു, ബിൽഡിങ് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡെബിറ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ എമൗണ്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്യാഷ് കൊടുത്താണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ആ പേരാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ആ എമൗണ്ട് കോളത്തിൽ, അതായത് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളമാണ് കൂടേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളവും കൊടുക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ടൊന്നുകൂടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. അപ്പം ഇനി ആയിക്കോട്ടെ, നമ്മൾ അസറ്റ് ഡിക്രീസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈഡിൽ എൻ്റർ ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. അപ്പം ബിൽഡിംഗ് അക്കൗണ്ടാണ് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ബിൽഡിംഗ് അക്കൗണ്ട് വരച്ച് ബിൽഡിംഗ് വാങ്ങിയപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് അത് എൻ്റർ ചെയ്തത്. ബിൽഡിംഗ് നമ്മൾ വിൽക്കുമ്പോൾ അതെന്ത് ചെയ്യണം, ബിൽഡിംഗ് കുറഞ്ഞു അല്ലേ, ബിൽഡിങ്ങിൻ്റെ ആ എമൗണ്ട് കുറഞ്ഞു, അത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യും.
അപ്പം ഏതായാലും അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലും അസറ്റ്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലും ഇതേ സെയിം റൂളാണ് നമ്മൾ എക്സ്പെൻസിനും ഓർത്തു വെക്കേണ്ടത്. എന്തെങ്കിലും ബിസിനസ്സിൽ എക്സ്പെൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ എംപ്ലോയീന് സാലറി കൊടുക്കുന്നു. അപ്പം സാലറി കൊടുക്കുമ്പോൾ നമ്മൾ അതായത് നമ്മുടെ ആ എക്സ്പെൻസ് കൂടി, ബിസിനസ്സിൽ എക്സ്പെൻസ് കൂടി, സാലറി കൊടുക്കണം അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എക്സ്പെൻസ് പിന്നെ സാലറി ഫോർ എക്സാമ്പിൾ എനി എക്സ്പെൻസ് ആയിക്കോട്ടെ, ഏത് എക്സ്പെൻസ് ആണെങ്കിലും കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഈ എക്സ്പെൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അസറ്റ്സിനും എക്സ്പെൻസിനും സെയിം റൂളാണ്. അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ ഡെബിറ്റ് സൈഡ്, കുറയുമ്പോൾ ക്രെഡിറ്റ് സൈഡ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസും അസറ്റ്സും കഴിഞ്ഞു. അടുത്തത് ലയബിലിറ്റീസും റവന്യൂ ആണ്. ലയബിലിറ്റീസ് റവന്യൂ അല്ലെങ്കിൽ ഇൻകം. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ലയബിലിറ്റി തന്നെയാണ്, എന്നാലും അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, റവന്യൂ ഇവയ്ക്കെല്ലാം സെയിം റൂളാണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് ലയബിലിറ്റി, ക്യാപിറ്റൽ ഇതിനകത്തൊക്കെ വരുന്ന ഓണർ ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടാകും പല പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന്, ക്രെഡിറ്റേഴ്സ് ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടാകും, ലോൺ എടുത്തിട്ടുണ്ടാകും. ഇവയെല്ലാം നമ്മുടെ ലയബിലിറ്റീസ് ആണ്. അപ്പം ബിസിനസ്സിൽ ലയബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലയബിലിറ്റി അക്കൗണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടാണ് വരയ്ക്കുന്നത്, നമ്മൾ വീണ്ടും കുറച്ച് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങി, ബിസിനസ്സിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ കടമായിട്ട് വാങ്ങി. അപ്പം നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ക്രെഡിറ്റേഴ്സ് കൂടി അല്ലേ. അപ്പം ക്രെഡിറ്റേഴ്സ് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റേതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ ആ തുക കൊടുത്തു കഴിഞ്ഞു, ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുക്കാനുള്ള തുക കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും ലയബിലിറ്റി കുറഞ്ഞു അല്ലേ. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലാണ് ആ എമൗണ്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പം ലയബിലിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂളാണുള്ളത്. ലയബിലിറ്റിക്കും റവന്യൂവിനും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിലുമാണ് എൻ്റർ ചെയ്യേണ്ടത്. സെയിം ഇൻ ദ കേസ് ഓഫ് റവന്യൂ. ബിസിനസ്സിൽ ഒരുപാട് വരുമാനം ഉണ്ടാകുന്നുണ്ട് അല്ലേ. ബിസിനസ്സിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വരുമാനം, സെയിൽസ്, ബിസിനസ്സിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് കമ്മീഷൻ കിട്ടാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റവന്യൂ ആണ്. റവന്യൂവിനും നമ്മൾ റവന്യൂ കൂടിക്കഴിഞ്ഞാലും ലയബിലിറ്റി പോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. റവന്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു റൂൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 1, 2, 3 അത് നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഈ തിയറി മനസ്സിലാക്കാൻ പറ്റുന്ന 3 ഇല്ലുസ്ട്രേഷൻസ് ആണ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.